എന്താ കളവനുണ്ടോ? സമുദ്രല്ലേ ഉണ്ട് കാണും. അതല്ലടാ കുറഞ്ഞ അവിടെ ഉണ്ടോന്നു. അതവിടെ ഉണ്ടാവും. എവിടെ പോരാ വാ. ഓറാക്കല്ലേ ഞാൻ പോയിട്ട് വരാം. നമസ്കാരം സാർ. എന്താണോ ആരെങ്കിലും കിട്ടിയോ? നമ്പ്യാർ സാർ പറഞ്ഞ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തേ. മോളെ പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പണിക്കാളെ എടോ ജോലിക്കാരെ കൊണ്ടുവന്നാ പറഞ്ഞേ. ഇവരേതാ ദാസപ്പാ? അതിന്റെ ചരിത്രവും പൗരധർമ്മവും ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, അവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേ. എന്താ പേര്? ടി സി ദാസപ്പൻ. തന്റെ പേരല്ലേ ചോദിച്ചത്? ഓ സാറിന്റെ പെണ്ണിന്റെ പേര്. പെണ്ണിന്റെ സാറെ പേരെന്താണെന്നാ ചോദിക്കുന്നത്? തേങ്ങാക്കൊല. ജമീല. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ചോദിക്കാൻ. ഇതിനു മുമ്പ് എവിടെയെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്റെ അപ്പന്റെ വീട്ടിൽ 2-3 വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന്. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ എന്ന് ചോദിക്കേ. കുട്ടികളെ നോക്കി പരിചയമുണ്ടോന്ന് സാറേ? കുട്ടിയുടെ അമ്മയെ നോക്കി പരിചയമുണ്ടെന്ന് പറയടാ. പരിചയമുണ്ട്. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കേണ്ടത് ചോദിക്കേ. അത് സാധാരണ വിശക്കുമ്പല്ലേ അവരോട് ചോദിക്കണം. കുട്ടികൾക്ക് എപ്പോഴേക്കും ആഹാരം കൊടുക്കണേന്ന്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പൊ ജൂണില്ലേ? ജൂണിൽ മഴയെന്ന് പറയടാ. ഓ അത് ഞാൻ മറന്നുപോയി. രാവിലെ ഇഡ്ഡലിയോ ദോശയോ, ഉച്ചക്ക് അരിയാഹാരം, വൈകിട്ട് ചായയും ബിസ്ക്കറ്റും, രാത്രി ഒരു പെഗ്ഗും. അല്ല ഒരു മഗ് നിറച്ച് പാലും. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിക്കണേ. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമോന്ന് ചോദിക്കുന്നു. വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുമ്പോൾ അലക്കുമെന്ന് പറയടാ. അപ്പൊ തോർത്താൻ എന്ത് ചെയ്യും? തോർത്തുന്നുണ്ട. കുളിപ്പിക്കാൻ അറിയാം. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോൾ കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോ കുട്ടി അവിടെ പോയി ചോദിക്കണം. ഞങ്ങളിവിടെ ഇല്ലാത്തപ്പോ കുട്ടി അറിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കഴുത്തെ പിടിച്ച് നിൽക്കൂന്ന് പറടാ. പാട്ടുപാടി ഉറക്കുമെന്ന്. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കൂ. കൊച്ചു കള്ളൻ അറിയാത്ത പോലെ. അതൊക്കെ അറിഞ്ഞങ്ങോട്ട് കൊടുത്താ പോരെ? ശമ്പളം ഒന്ന് കൊടുക്കണോ? ഓ അത് ഞാൻ ചോദിച്ചിട്ട് വരാം. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നു. അയാളുടെ കരണക്കുട്ടിക്കൊണ്ടൊന്ന് കൊടുക്കടാ. എന്തെങ്കിലും കൊടുത്താ മതി സാറേ. അവരൊക്കെ പാവങ്ങളാ, പാവപ്പെട്ട ഫാമിലി പെട്ടതാ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ തരാൻ പറ. ആ പെണ്ണിന് ജോലിക്ക് നിർത്തട്ടെ. നിർത്ത്, ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല സ്വഭാവം. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തോടെ തിന്നണോ? ഒന്ന് ഉള്ളി നോക്കിയാ പോരെ? അവളെ കാര്യം പറഞ്ഞപ്പോഴേ കൈ പൊള്ളി. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അവക്ക് തന്നെ കൊള്ളാം. ആ കളവന് എനിക്ക് അത്ര വിശ്വാസമില്ല. സൂക്ഷിച്ചു വീണ്ടും നിൽക്കണം. നഷ്ടപ്പെടാൻ നിനക്കേ ഉള്ളൂ. പാട്സൊക്കെ ഇളകാതെ നോക്കണേ. അങ്ങ് പൊക്കോ. ടാറ്റ ജമീല, ടാറ്റ. സാറേ മോളെ പോലെ നോക്കണേ. അതിന് നീ പറഞ്ഞു തരണോ? ഞാൻ അങ്ങനെ നോക്കത്തുള്ളൂ. ചിലപ്പോ നോക്കിയൊന്നും വരും. വലത് കാര്യം വെച്ച് കേറിപ്പോ. ഇത് എന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ചേച്ചി ഇതേ. ഓ ഇവർക്ക് എടുക്കുന്ന കാണിച്ചു കൊടുക്കാം. എന്താ പേര്? ജമീല. വെറും ജമീലേ? ജമീല ബീവി. ഓ ബീവി ജമീല. എനിക്കും കൊള്ളാം. എന്താ പേര്? നാസർ. നാസർ ഖാൻ ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ. ഞാനിവിടെ പേര് മാറ്റിയാ പറഞ്ഞേക്കണേ. നാരായണൻ. അൽഹംദുലില്ലാ, അത് ഹിന്ദുവിന്റെ പേരല്ലേ? ജമി കല്യാണം കഴിച്ചതാ. ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഇതെന്താ? ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗ. ചേച്ചി മോള് വന്നില്ലേ? വരാനായി.
കല്യാണാലോചന പലതും വരുന്നുണ്ട്. എങ്ങനെയുള്ള ചെക്കനെയാണ് ജമ്മുവിനിഷ്ടം? മെലിഞ്ഞവരെ എനിക്ക് വലിയ ഇഷ്ടാ. നിങ്ങക്കാ? എനിക്ക് ജമ്മുവിനെ പോലെ തടിച്ച അവരെയാണ് ഇഷ്ടം. എന്തു സ്വഭാവക്കാരെയാണ് ജമ്മുവിനിഷ്ടം? കള്ളു കുടിക്കണവരെ എനിക്ക് പെരുത്ത ഇഷ്ടാ. ഗുരുവായൂരപ്പാ. ആ? റബ്ബേ. ആ, ദേ ചേച്ചി വിളിക്കുന്നു, ഞാൻ പിന്നെ വരാം. വരണേ. വരും. എന്താ ജമ്മു ലക്ഷ്മി ജമീല, ഇവനെ ഇതാ അന്റെ പുതിയാപ്പള വന്നിരിക്കണു. കണ്ടണു നീ? ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല. ഇത് നമ്മുടെ രാത്രിയാണ്. പനിനീരു പെയ്യുന്ന പൂനീലാവും 17-ലെത്തിയ പെൺകിടാവും. അയ്യേ, എന്തിനാ ജമ്മു നീ ഈ കാലിൽ വെള്ളിക്കൊലി തണിഞ്ഞിരിക്കുന്നത്? ഇത് മാറ്റിയിട്ട് ഞാനൊരു സ്വർണത്തിന്റെ കൊലി തണിയിക്കും. കാലനൂടാ എന്നാ പിന്നെ അറിയില്ലാവാം. എന്തിനാ ജമ്മു നീ ചന്ദനത്തിരി കടിച്ചു പിടിച്ചേക്കണേ? വിടോട്ടെ കാലൻ അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നിരിക്കാൻ. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? ഒരു ചവിട്ടിയാൻ പറ്റും. നീയല്ലേ പറഞ്ഞത് കുടിക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണത്? ആ അവസാനം ആലിലക്കെണ്ണ പറഞ്ഞിട്ട് വരും. വാടാ ഇങ്ങോട്ട് വാടാ. എന്ത് എന്ത് ഏതായാലും പൂക്കുറ്റി ആയില്ലേ. ജമ്മു, ആ പൊടി പൊടി മുഴുവനും അപ്പോ അങ്ങനെ നമ്മൾ സുബർക്കത്തിലെത്തി. ഇതാത് കുട്ടാലം കുളിരരുവിയാ? അല്ലടാ കാവാലം കള്ള് ഷാപ്പ്. ദാസപ്പന ഓ കേറ്. എന്നാ കയ്യെ പിടിച്ചോ, എന്റെ വീട്ടല്ലേ? പിടിച്ചോ. വീട്ടിലാർക്കും സംശയമൊന്നുമില്ല. ആർക്കുമില്ല, ഒരു പ്രശ്നമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫോൺ ചെയ്തോ. ആ കിളവനെന്റെ കൈ മേടിക്കുന്നു വന്നത്. നീ ആ നടി എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞു? ഉഡ്ലാൻ ഹോട്ടലിൽ മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാൻ വന്ന ആ നടി തന്നെയാണോ? അതേന്ന്. അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താണ് പിടിക്കാൻ? ഞാൻ DSP വിളിക്കുന്ന എസ് ഡി ബൂത്ത് കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ വരുന്നവരെ ഇറങ്ങിയിട്ടില്ല. നേരെ വിളിക്കുന്നതിന് വരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയാൽ നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോയിൽ അതിന് പോവാ. കൈ കാണിച്ചു. അവിടെ കൊണ്ടുപോകണേ മോനെ. അറക്കാൻ കൊണ്ടുപോകണ്ട, വേണ വന്നണ്ട. അമ്മയും പേരാൻ തിരിച്ചറിയാൻ നമ്മളെ പാന്നികള്. പോട്ടാ പോട്ടാ. അല്ല, ഞാൻ മത്തിലായി പോയി. ചരക്കാണല്ലോ, ഒന്ന് നോക്കാം. ഞാൻ പോലെ കൂടെ ഉണ്ടല്ലോ. അവൻ ഊതിയാ പറക്കുമെന്നേ. കേരളീയ വണ്ടിയല്ലേ. എന്താ കാര്യം? വിടാൻ പറഞ്ഞില്ല. എന്താ പ്രശ്നം? നീ ആരാ മുമ്പിൽ മാറാ? എന്റെ പ്രോപ്പർട്ടി കയറി പിടിച്ചിട്ട് ഞാൻ ആരാണെന്ന്? എടാ, എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ. എന്താ സംശയം ഉണ്ടാ? താൻ ആരാ? ഞാൻ ജമീലയുടെ മാമ KA അബ്ദുള്ള. മാമാന്ന് പറഞ്ഞ അങ്കിളോ? ആ, രണ്ട് മാമേ ഞാൻ തന്നെയാണ്. എന്നാ നമുക്ക് പോവാം. നിക്ക് എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. ഇത് പ്രശ്നം ന്യൂവാണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലമുണ്ടാ? സ്ഥലമോ? നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്തം കളിച്ച. കൊല്ലി ഞാൻ കള്ളൻ. ഇതിന്റെ അകത്തിരിപ്പുണ്ട് ഒരു ആക്രാന്തം. ജമീല, പോവാ. മാമ, എനിക്ക് പേടിയായിരിക്കണ്ട. ഇത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നത്? ഒപ്പന കളിപ്പിക്കാൻ കേറിയിട്ട് കൊല്ലിഞ്ഞ. പേടിക്കണ്ട. രണ്ടുപേരേ ഉള്ളോ? മാമ, ജമീല മോള് ചെല്ലി. മാമയല്ലേ പറഞ്ഞു ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞാണ്. സൂക്ഷിച്ചൊക്കെ വേണേ. എന്തൊരു ശുഷ്കാന്തി. ചപ്പാതിരിങ്ങള് വെള്ളം ഉറിയിക്കണ്ട്. ബാ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാറിക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്കുണ്ടല്ലോ. എന്താ നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട. സിനിമയിൽ അഭിനയിച്ച ചീത്തയാവുന്ന ഉമ്മുമ്മ പറഞ്ഞേക്കണേ. മാമേ. മാമേ? അല്ല, പെണ്ണിന്റെ മാമാന്ന്. മാമ. പറഞ്ഞ കാശ് ഇച്ചിരി കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന്ന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്.
10 വയസ്സ് ഓർക്കാൻ ഞാൻ സമ്മതിക്കൂല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്തിയായനി വരും. കാർത്തിയായനിയോ? കിട്ടുവോ? എന്ത് കിട്ടുമെന്ന്? കാർത്തിയായനി ഇവിടെ കാർത്തിയായനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ, എന്തായി? ഉറപ്പിച്ചു. നീ കയറിക്കോ. ജമീല ബിസിലടിച്ചിട്ട് തുടങ്ങിയാൽ മതി കേട്ടാ. ശരി മാമ. ഇങ്ങനെ കൊണ്ടാ ഇതുവരെ ഡ്രസ് മാറിയില്ലേ? Just you listen. I'll have all your jobs. ഒന്ന് വരൂന്നേ. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്ത്? എന്തായി കാണിച്ചത്? എന്ത്? കളമാക്കിയില്ലേ? ഒരുത്തനെ പിടി തകർത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനിലായിരിക്കും. പക്ഷെ CI ആണ്. ഇതൊക്കെ എന്റെ ഈ തലേന്ന് വരൂ. തലയിൽ നിന്ന് വിക്ക് എവിടെ ചോദിച്ചേ? മിക്കവിടെ പോയി, ആച്ചാരോടെ പോയി. അവനും പോയി. മറ്റവൻ എങ്ങോട്ടാ ഓടിയത്? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല സാർ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളൊരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തികളല്ലേ സാറേ. ഇനിയെങ്കിലും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. ധൃതി പിടിക്കണ്ട, സമയമായിട്ടില്ല. പട്ടിലേക്ക് ഇട്ട് കൊല്ലു സാർ. ആ കടലാസ് പുള്ളി വീഴാൻ വെച്ചില്ലേ? ആ ഹെളിപ്പങ്ങെത്തും. ഇവിടെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനലാണ്? എന്തൊരു തെളിവാണ്? ഇതിനടിച്ച ഷേപ്പ് മാറ്റി നിങ്ങൾ വാദം എടുക്കാൻ അടുത്തിന് പോകണം. കൊണ്ടുപോണാ കൊണ്ടുപോണോ? ഞാൻ വരട്ടെ സാർ. റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സാർ. മിനിസ്റ്റർ ഒന്ന് എന്നെ വിളിക്കും. ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റുണ്ടാവോ? വെളുക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ വെലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടമ്മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമ്മീലെ ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യം 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ സ്ട്രിക്റ്റാ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ? ചായ കൊണ്ടോ? വേണം മേലാട വേണം ഒന്നൊരു പനങ്കിളിക്ക് ഇക്കാല് പുരുളി ഉമ്മാടെ ചായ. എന്താ ജമ്മീലെ വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ. ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ?
ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലെ, കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ട്രിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ. ഹലോ. എടാ, നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ. വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലെ, അവനെ ലക്ഷ്മി മോളെ മയക്കിവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ? ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കൂടാത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിൽ എനിക്ക് ഓടിക്കണമെന്ന് ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് എന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ട അന്ന് അങ്ങോട്ട് പോയി. അത് സ്വാമിയോ? അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കുഴി തിന്നാളാ. ആ, നിങ്ങൾ പറഞ്ഞതുപോലല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ? അതെ. മകളുടെ ഭർത്താവിനെ? അതെ. നിങ്ങളുടെ ശത്രുവിനെ? അതെ. പറഞ്ഞയക്കണം. അതെ. പ്രതിവിധി ഉണ്ടല്ലോ. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂഢം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട് ആവാഹിച്ചു തരാം. അത് വീട്ടിന്റെ നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. പുഷ്പം. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് 2 എണ്ണം വേണ്ടി വരും. 10ൽ താഴെ രക്കം പറയൂ. 9. 9 എന്ന് പറയുമ്പോ 6 3 9. 9 2 7. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, 9 2 പോകാതിരുന്ന പോലെ അപ്പൊ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകാമല്ലോ. അയ്യോ, അതൊന്നില്ല. നല്ല പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. സ്വാഹ. ഒരു 4ാം വേദക്കാരിയല്ലേ? അതെ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കും. അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുമോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റ് ഉള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിനെ ആവാഹിക്കാൻ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും.